റൗണ്ട് ഓഫ് 16 തീപാറുന്ന പോരാട്ടത്തിനൊടുവിൽ ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോ ക്വാർട്ടർ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു. ലോകകപ്പ് ആതിഥേയരായ കാനഡയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് മൊറോക്കോയുടെ ഈ രാജകീയ പ്രയാണം. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിലേക്ക് നോക്കിയാൽ പന്തടക്കത്തിൽ മൊറോക്കോയായിരുന്നു മുന്നിലെങ്കിലും തുടക്കത്തിൽ കാനഡ നൽകിയ പ്രഷർ ചെറുതായിരുന്നില്ല. ആദ്യത്തെ 15 മിനിറ്റോളം കളി മുഴുവൻ മൊറോക്കൻ ബോക്സിനുള്ളിൽ മാത്രമായി ചുരുങ്ങിയ മട്ടായിരുന്നു. തുടരെയുള്ള കനേഡിയൻ ആക്രമണങ്ങൾ. എന്നാൽ കൃത്യമായ പാസിംഗ് ഗെയിമിലൂടെ മൊറോക്കോ പതിയെ താളം കണ്ടെത്താൻ ശ്രമിച്ചു. ലോകം കുറച്ചു കാലമായി കാണുന്ന ആ അടിയുറച്ച മൊറോക്കൻ പ്രതിരോധ കോട്ടയും ഗോൾ കീപ്പർ യാസിൻ ബോണോയുടെ അസാധ്യ പ്രകടനവും കൂടിയപ്പോൾ കാനഡയുടെ സുവർണാവസരങ്ങളെല്ലാം വെറുതെയായി. അങ്ങനെ ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. ഇതിനിടയിൽ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം സൂപ്പർ പെർഫോമൻസ് പുറത്തെടുത്ത മൊറോക്കൻ സ്ട്രൈക്കർ ഇസ്മായിൽ സൈബാരിക്ക് പരിക്കേറ്റ് പുറത്താകേണ്ടി വന്നത് ആദ്യ പകുതിയിൽ മൊറോക്കോയ്ക്ക് വലിയൊരു തിരിച്ചടിയായി മാറി. രണ്ടാം പകുതിയിലേക്ക് കളി മാറുമ്പോൾ ഇരു ടീമുകളുടെയും മുഖത്ത് നിരാശയും സമ്മർദ്ദവും വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് മൊറോക്കൻ ക്യാപ്റ്റൻ അഷറഫ് ഹക്കീമിയെ കാനേഡിയൻ ഡിഫൻഡർമാർ വട്ടമിട്ട് മാർക്ക് ചെയ്യുകയായിരുന്നു. എന്നാൽ കളിയുടെ 50-ാം മിനിറ്റിൽ ആ നിശബ്ദത ഉടഞ്ഞു. മൊറോക്കോയ്ക്ക് അനുകൂലമായി ലഭിച്ച ഫ്രീ കിക്ക് ക്യാപ്റ്റൻ ഹക്കീമി തൊടുക്കുന്നു. ബോക്സിന് പുറത്ത് കൃത്യമായി കാത്തുനിന്ന ഔനാഹി ആ പന്ത് സ്വീകരിച്ചു. കനേഡിയൻ പ്രതിരോധത്തെയും ഗോൾ കീപ്പറെയും നിഷ്പ്രഭമാക്കി പന്ത് വലയിലെത്തിച്ചു. സ്റ്റേഡിയത്തെ ഇളക്കി മറിച്ചുകൊണ്ട് മൊറോക്കോയുടെ ക്ലാസിക് തിരിച്ചുവരവ്. ഒരു ഗോൾ വഴങ്ങിയതോടെ കാനഡ സമനിലക്കായി കിണഞ്ഞു പരിശ്രമിക്കാൻ തുടങ്ങി. അതിനിടയിൽ 76-ാം മിനിറ്റിൽ ബോക്സിന് തൊട്ടരികിൽ വെച്ച് കാനഡയ്ക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. കളി കൈപ്പീടിൽ ഒതുക്കാൻ കിട്ടിയ ആ സുവർണാവസരം കാനഡ പുറത്തേക്ക് അടിച്ചു കളയുന്നതാണ് പിന്നീട് കണ്ടത്. ആ മിസ്സിന് കാനഡ വലിയ വില കൊടുക്കേണ്ടി വന്നു. 82-ാം മിനിറ്റിൽ മൊറോക്കോയുടെ മാരകമായ ഒരു കൗണ്ടർ അറ്റാക്ക്. ബ്രാഹിം ഡേസിന്റെ മനോഹരമായ അസിസ്റ്റിൽ നിന്ന് പന്ത് സ്വീകരിച്ച ഔനാഹി തന്റെയും ടീമിന്റെയും 2ാമത്തെ ഗോൾ നേടുന്നു. മൈതാനത്ത് മൊറോക്കൻ ആധിപത്യം പൂർണ്ണമാക്കിയ നിമിഷം. കളി ഇഞ്ചുറി ടൈമിലേക്ക് നീങ്ങുമ്പോൾ കാനഡയ്ക്ക് ലഭിച്ച ഫ്രീ കിക്ക് ഗോളാക്കാൻ അവരുടെ ഗോൾ കീപ്പർ വരെ മൊറോക്കൻ ബോക്സിലേക്ക് ഓടിയെത്തുന്ന അറ്റകൈ പ്രയോഗം നമ്മൾ കണ്ടു. പക്ഷേ യാസിൻ ബോണോ എന്ന വിശ്വസ്തനായ കാവൽക്കാരന് മുന്നിൽ കാനഡയുടെ എല്ലാ ശ്രമങ്ങളും തവിടുപൊടിയായി. മിസ്പാസുകളും ടാർഗറ്റ് നഷ്ടപ്പെടുന്ന അവസ്ഥയുമായി കാനഡ പാടുപെടുന്നതിനിടയിലാണ് ഇഞ്ചുറി ടൈമിൽ ആ മൊറോക്കൻ മാജിക് വീണ്ടും സംഭവിക്കുന്നത്. ഡയസിന്റെ മറ്റൊരു ക്ലാസ് അസിസ്റ്റിൽ പകരക്കാരനായി വന്ന സുഫിയാൻ റഹീമി കാനഡയുടെ നെഞ്ചു തകർത്ത 3ാമത്തെ ഗോളും വലയിലാക്കി. കിട്ടിയ അവസരങ്ങളൊക്കെ കാനഡ പാഴാക്കിയപ്പോൾ വീണി കിട്ടിയ അവസരങ്ങളെല്ലാം ഗോളാക്കി മാറ്റി മൊറോക്കോ ക്ലിനിക്കൽ ഫിനിഷിംഗ് എന്താണെന്ന് കാണിച്ചു തന്നു. ഒടുവിൽ ആരാധകരെ നിരാശയിലാഴ്ത്തി കാനഡയ്ക്ക് ലോകകപ്പിൽ നിന്നും കണ്ണീരോടി മടങ്ങേണ്ടി വന്നു. അടുത്ത ഘട്ടത്തിൽ മൊറോക്കോയെ കാത്തിരിക്കുന്നത് ഫ്രാൻസ് ആണ്. കഴിഞ്ഞ ലോകകപ്പിലും ഫ്രാൻസ് കടമ്പ കടക്കാതെയാണ് മൊറോക്കോ പുറത്തായത്. ഫ്രാൻസിനെതിരെ അൽഹാബിയുടെ കയ്യിലുള്ള അസ്ത്രങ്ങൾക്കായി കാത്തിരിക്കാം.